കൂലിപ്പണിയെടുത്താലും കോടീശ്വരനാവാൻ പറ്റിയ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. സൂപ്പർ റിച്ച് കൺട്രി എന്നറിയപ്പെടുന്നു. സ്വിസ് ഫ്രാങ്ക് ആണ് സ്വിറ്റ്സർലാൻഡിലെ കറൻസി. ഒരു സ്വിസ് ഫ്രാങ്ക് കൊടുത്താൽ ഇന്ത്യയുടെ 80 രൂപ കിട്ടും. ഇന്ത്യയുടെ 30 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. രാഷ്ട്രീയമായി നിഷ്പക്ഷമായി നിലകൊണ്ടതുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിന് അതിസമ്പന്നമായി മാറുവാൻ കഴിഞ്ഞത്. 2 ലോകമഹായുദ്ധങ്ങളിലും ചേരാത്തതുകൊണ്ട് സ്വിറ്റ്സർലാൻഡിനെതിരെ ആക്രമണങ്ങളും നടക്കാതിരിക്കുകയും അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതി തകരാതിരിക്കുകയും ചെയ്തു. അമേരിക്കയും റഷ്യയും തമ്മിൽ കോൾഡ് വാർ ഉണ്ടായിരുന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡ് ഇരുപക്ഷവും ചേരാതെ നിലകൊണ്ടു. അതുപോലെ ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള കോൾഡ് വാറിലും സ്വിറ്റ്സർലാൻഡ് പങ്കെടുക്കുന്നില്ല. യൂറോപ്യൻ യൂണിയനിൽ പോലും സ്വിറ്റ്സർലാൻഡിന് ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടായിട്ടില്ല. അതിന് കാരണം പൂർണ്ണമായും നിഷ്പക്ഷമായ ഒരു രാജ്യമായി നിലകൊള്ളണമെന്ന സ്വിറ്റ്സർലാൻഡിന്റെ താല്പര്യമാണ്. എങ്കിലും യൂറോപ്യൻ യൂണിയൻ സ്വിറ്റ്സർലാൻഡിനോട് വലിയ പരിഗണന കാണിക്കുന്നുണ്ട്. അതിസമ്പന്ന രാജ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചായത്ത് രാജ് ആദ്യം നടപ്പാക്കിയ രാജ്യമായി സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്നു. ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ് സ്വിറ്റ്സർലാൻഡിൽ ഇതിനെ വിളിക്കുന്നത്. 26 സംസ്ഥാനങ്ങൾ സ്വിറ്റ്സർലാൻഡിലുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും സ്വന്തമായ ഭരണഘടനയും പാർലമെന്റുമുണ്ട്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് യഥാർത്ഥ സ്വയംഭരണാവകാശം ഗ്രാമങ്ങൾക്ക് നൽകുന്നില്ല. കാരണം എല്ലാ പഞ്ചായത്തുകളെയും സംസ്ഥാന സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്നു. അതിനുവേണ്ടി ഒരു പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്ത് മന്ത്രിയുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ അധികാരമുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറെ ഓരോ പഞ്ചായത്തിലും നിക്ഷേപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പഞ്ചായത്തിലെ ക്ലർക്കുമാർ, പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാറില്ല. പല ക്ലർക്കുമാർക്കും ആരൊക്കെയാണ് പഞ്ചായത്ത് മെമ്പർമാർ എന്ന് അറിയുകയുമില്ല. കേരളത്തിലെ പഞ്ചായത്ത് ക്ലർക്കുമാർ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് കോൺഗ്രസുകാരും ലീഗുകാരുമായ പഞ്ചായത്ത് മെമ്പർമാരെ അവർ പീഡിപ്പിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ സ്വിറ്റ്സർലാൻഡിലെ പഞ്ചായത്തുകൾക്ക് വമ്പിച്ച അധികാരവും കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യാതെ കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശവും നൽകിയിട്ടുണ്ട്. ഉയർന്ന ക്വാളിറ്റിയുള്ള ഒരു ജീവിത നിലവാരമാണ് സ്വിറ്റ്സർലാൻഡിലുള്ളത്. മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ഈ രാജ്യത്തിലുണ്ട്. സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനം ബേൺ നഗരമാണ്. 1 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. സൂറിച്ച് നഗരമാണ് ബാങ്കിംഗ് വ്യവസായത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 4 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ധാരാളം രഹസ്യ പോലീസുകാർ സൂറിച്ച് നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോടീശ്വരന്മാർക്ക് രാത്രിയും പകലും അല്ലലും അലട്ടുമില്ലാതെ കോടിക്കണക്കിന് രൂപയുമായി ഇവിടെ വരികയും അവ നിക്ഷേപിക്കുകയും ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. ഈ കാശ് എവിടെ നിന്ന് കിട്ടി എന്ന് ബാങ്കിലെ ക്ലർക്ക് ഒരിക്കലും ചോദിക്കുകയില്ല. നിങ്ങളുടെ രാജ്യത്തിലെ പോലീസോ പ്രതിപക്ഷ കക്ഷികളോ പത്രക്കാരോ അന്വേഷിച്ചാൽ യാതൊരു വിവരവും സ്വിറ്റ്സർലാൻഡിലെ ബാങ്കുകൾ നൽകുകയില്ല. അതുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രീയക്കാർക്കും കള്ളപ്പണക്കാർക്കും കോടീശ്വരന്മാർക്കും ഇഷ്ടപ്പെട്ട രാജ്യമായി സ്വിറ്റ്സർലാൻഡ് മാറിയത്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ ജനീവ ധാരാളം ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അന്തർദേശീയ തൊഴിൽ സംഘടനയും 200ഓളം മറ്റ് NGOകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റെഡ് ക്രോസിന്റെ തലസ്ഥാനവും ജനീവ നഗരത്തിൽ തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിൽ ചൂടുകാലം വളരെ സുഖകരമാണ്. 22 ഡിഗ്രിയാണ് ശരാശരി ടെമ്പറേച്ചർ. എന്നാൽ തണുപ്പ് കാലത്ത് -20 ഡിഗ്രി വരെ ടെമ്പറേച്ചർ താവാറുണ്ട്. തണുപ്പ് കാലത്ത് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പോയാൽ ഒരു പെട്ടിയിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അറിയപ്പെടുന്ന ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്. മനോഹരമായ വൈൻ തോട്ടങ്ങളും പിക്ചർ പോസ്റ്റ് കാർഡ് സൗന്ദര്യമുള്ള ഗ്രാമങ്ങളും കുന്നിൻ ചെരുവുകളും സ്വിറ്റ്സർലാൻഡിനെ ഒരു സ്വപ്ന രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. മികച്ച റെസ്റ്റോറന്റുകളും സ്വിറ്റ്സർലാൻഡിലുണ്ട്. ലക്ഷറി റെസ്റ്റോറന്റുകൾക്ക് പേരുകേട്ട ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സൗജന്യമായി മുന്തിയ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല നഗരങ്ങളിലും മികച്ച റെസ്റ്റോറന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പല മൾട്ടിനാഷണൽ കമ്പനികളും സ്വിറ്റ്സർലാൻഡിൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചിരിക്കുന്നു. നെസ്ലെയുടെയും ABBയുടെയും നൊവാർട്ടിസിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണ്. 85 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. 25,000 ഇന്ത്യക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട്. കൂടുതലും കമ്പ്യൂട്ടർ ഉദ്യോഗസ്ഥന്മാരും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലെ ഉദ്യോഗസ്ഥന്മാരുമാണ്. PhD കഴിഞ്ഞ് ഗവേഷണം നടത്തുന്ന ശാസ്ത്രകാരന്മാരും ഇവിടെയുണ്ട്. 1000ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളും സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുന്നു. ഇന്ത്യക്കാർക്ക് സ്വിറ്റ്സർലാൻഡിൽ ജീവിക്കുവാൻ വളരെ പ്രയാസമുണ്ട്. കാരണം ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയുകയില്ല. 4 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് സ്വിറ്റ്സർലാൻഡിലുള്ളത്. ജർമ്മനും ഫ്രഞ്ചും ഇറ്റാലിയനും സ്വിസ്സുമാണ് ഔദ്യോഗിക ഭാഷകൾ. സ്വിറ്റ്സർലാൻഡ് ഒരു ക്രൈസ്തവ രാജ്യമാണെങ്കിലും 4 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 260 മുസ്ലിം പള്ളികളും ഈ രാജ്യത്തിലുണ്ട്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കൊസവോ, ടർക്കി, അൽബാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ മുസ്ലിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സൂറിച്ച് നഗരത്തിൽ 24,000 മുസ്ലിങ്ങളും ജനീവ നഗരത്തിൽ 12,000 മുസ്ലിങ്ങളുമുണ്ട്.